എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വിശിഷ്ടാതിഥികൾ, വിന്നേഴ്സ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമ പാരഡൈസ് ക്ലബ് ഫിലിം അവാർഡ്സ് 2016 ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അവാർഡ് വിന്നേഴ്സിനും CPC മെമ്പേഴ്സിനും നമ്മുടെ ഗസ്റ്റുകൾക്കും എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ജയേടൻ ക്ഷണിക്കും. ടാലൻസിനെയും കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. അവരിലൂടെ നമുക്ക് നല്ല സിനിമകളുടെ ഭാഗമാക്കാനായിട്ട് സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു എന്തത് നുണ പറഞ്ഞ അപ്പം എന്തെങ്കിലും സംഭവിക്കുന്നത് വിനായകനാണ് ബെസ്റ്റ് ആക്ടർ എന്നാണ് തോന്നുന്നത്, അല്ലേ? അല്ലേ? അഭിമാനമാണ്, അഭിമാനം. അതായത് വിനായകനൊക്കെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞങ്ങളും ഒരുമിച്ച്, ഞാനൊക്കെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് വിനായകനെന്ന് തീ പാറുന്ന ഡാൻസറാണ്, അന്ന് തീ തുപ്പുന്ന ഡാൻസറായിരുന്നു വിനായകൻ. ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം ഇപ്പോൾ ആട് എന്ന് പറയുന്ന സിനിമ, ഓൺലൈൻകാരെ എഴുതി കൊന്ന ആട് എന്ന് പറയുന്ന സിനിമ, ആ ഒരു അതിക്രമം ഞാൻ പറയും കേട്ടോ, കാരണം പറയാതിരിക്കാൻ എനിക്ക് മനസ്സിലാവാതൊരു കാര്യം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എന്താ പറയുക, ഒരു എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എന്താ പറയുക, വി ഹാവ് ടു കീപ്പ് ഇറ്റ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്നേ. ഈ പറഞ്ഞതുപോലെ ഒരു സിനിമയെ എഴുതി കൊല്ലുക എന്ന് പറയുന്ന ഒരു സംഭവം, അതൊരു സാഡിസമാണ്. ആ സാഡിസം ഒരിക്കലും നമ്മൾ ആവർത്തിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പോൾ ആ സിനിമ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുണ്ടാവില്ല. പക്ഷേ ആ സിനിമയെ അറ്റ്ലീസ്റ്റ് നല്ലതൊന്നും പറയണ്ട, എഴുതാതിരിക്കാം. കുറച്ചു പേരിങ്ങനെ ആ സിനിമ കാണട്ടപ്പം, അല്ലേ? അപ്പോൾ അതും കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്. കാരണം ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യേണ്ട വ്യക്തിയേക്കാൾ ഒരുപാട് മോശം സിനിമ ചെയ്യേണ്ട വ്യക്തിയും കൂടിയാണ് ഞാൻ. ആ ഒരു തിരിച്ചറിവുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും വലിയ ചിരിച്ചായിരുന്നറിയോ, അറിയാമോ? വരീശേട്ടെ ഒരിക്കലും ഒരു തമാശയായിട്ട് പറഞ്ഞത്. കാരണം എല്ലാവരെയും ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ടോ ഞാനിതിനെ കാണുന്നത്. അല്ലാതെ ഒരു ഭയങ്കര വലിയ എന്താ പറയുക, ഒരു തത്വചിന്തകന്മാരുടെ ആ ലൈനൊന്നുമല്ല. വളരെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ അവരോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നന്മ എന്നും CPSCക്ക് ഉണ്ടാവട്ടെ. ഒരുപാട് സിനിമകൾ അവരിൽ നിന്ന് ജനിക്കട്ടെ. ഈ CPC മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാവട്ടെ, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. വരും കൊല്ലങ്ങളിൽ ഏതെങ്കിലും കൊല്ലം ജയേട്ടനും മികച്ച നടനുള്ള അവാർഡ് വാങ്ങട്ടെ എന്ന് നിങ്ങൾ പ്രത്യേകം ആശംസിക്കുന്നു. ഇതൊക്കെ 1-2 വർഷം മുമ്പ് നടത്തേണ്ടതാ, അല്ലെങ്കിൽ സുധിക്കും അപ്പോൾ തീരൊക്കെ ഞാൻ കൊണ്ടുപോയാനെ. വളരെ നന്ദി ജയസൂര്യ. അടുത്തായി നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൽ തുടക്കം കുറിച്ചൊരു വാക്കിട്ടിട്ട് ഒരാളങ്ങ് പോയി. വിജയബാബു സാർ വന്നേ പറ്റൂ. സിനിമ എന്ന് പറയുന്ന ഇത് മാത്രമല്ല, സിനിമ നടക്കുന്ന ഇപ്പം നമ്മുടെ ഒരു സഹപ്രവർത്തക ഭാവനയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിലും നമ്മൾ സിനിമ പാരഡൈസ് ക്ലബ്ബ് പോലുള്ള നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അവാർഡ്സ്. ഒരു ജെന്യുവിൻ ആയിട്ടുള്ള അവാർഡ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു കൊനസ്റ്റിട്ട് ഞാൻ പോവുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് തന്നെ, ഇത് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ചിന്തിക്കണം. ഇപ്പം നമ്മൾ നടത്തുന്നത് ഒരു ഹോട്ടലിലാണ്. സിനിമ പാരഡൈസ് ക്ലബിന് ഒരു ആസ്ഥാനം ഉണ്ടാവട്ടെ, സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാവട്ടെ. അതിനുള്ള അടുത്ത ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് അടുത്ത 2 വർഷത്തിനുള്ളിൽ നിങ്ങളിൽ നിന്ന് ഒരു സിനിമ ചെയ്തുകൂടാ? അത് നിങ്ങൾ അതിലൊരാളെ കണ്ടുപിടിച്ച് അതിന് ഓരോ വർഷവും ഓരോരുത്തർക്ക് സിനിമ പാരഡൈസ് ക്ലബിൽ നിന്ന് ഒരാൾക്ക് അവസരം കൊടുക്കണം. നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അപ്പം ready to produce a movie from one of the members you select, and നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റ് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ പുട്ട് ഇൻ മണി ഫോർ ദാറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എ സക്സസ്. അതിന്റെ റവന്യൂവിന്റെ ഒരു ഭാഗം നാളെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ വാങ്ങിക്കാനായിട്ട് ഞാൻ സഹായിക്കാം. നമ്മൾ ഏത് പരിപാടിക്ക് വിളിച്ചാലും സൈച്ചേട്ടൻ റെഡിയാണ്. അന്ന് നമ്മൾ ശരിക്കും അദ്ദേഹത്തിന് നന്നായിട്ട്, അദ്ദേഹം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്നു. നമ്മളങ്ങ് ഒരുപാട് അഹങ്കരിച്ച് മോളി CPC അങ്ങ് ആനയാണ് ശനിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു മനുഷ്യൻ വന്ന് നമ്മളെല്ലാവരും തേച്ചൊട്ടിച്ചേച്ചു പോയി. സൈച്ചേട്ടൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം.
ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു അവാർഡ് ഫംഗ്ഷൻ CPC നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ക്ലീഷകളാണെങ്കിലും ഇത് പറഞ്ഞാൽ പറഞ്ഞേ പറ്റുള്ളൂ. വളരെ ജെന്യൂൻ ആയിട്ടുള്ള അവാർഡ്സാണിത്. നമ്മളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു അവാർഡ് ഫംഗ്ഷനാണിത്. പിന്നെ 2 വർഷം മുമ്പ് ഞാനും ഈ പറഞ്ഞ പോലെ വിജയബാബു എന്ന പോലെ ചെന്നിരുന്നു. ഞാനും ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ അതുകൂടെ ആരും ഓർക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇത്തവണയും ഞാൻ അങ്ങനെ ഭീകരമായിട്ടൊന്നും പറയുന്നില്ല, അടുത്ത വർഷം ഇവർക്ക് ഓർത്തിരുന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. എന്നെ ഒരുപാട് ഇവർ CPCയിൽ ക്ഷണിച്ചിട്ടുണ്ട്. സൈജു സാറിനൊക്കെ ഒരുപാട് പേരുകളുണ്ടായിരുന്നു. അതായത് നിശാന്ത് സാഗർ, ബിനുമോഹൻ, സൈജു കുറുപ്പ്, അരുൺ, കൈലാഷ്, മണിക്കുട്ടൻ, ഇങ്ങനെ ഒരുപാട് പേര് ഓരോ പേരുകൾ വെച്ചായിരുന്നു ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഹൈദരാബാദിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ. അങ്ങനെയാണ് CPC അറിയുന്നത്. എനിക്ക് തുടങ്ങിയ കാലഘട്ടത്തിൽ നവരസ നായകൻ എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ അതിനുശേഷം എപ്പോഴോ നവരസ നായകൻ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് സാറെന്നുള്ളൊരു വിളി വന്നു. അപ്പോൾ കുറച്ച് സന്തോഷിച്ചു. താങ്ങിയാണെങ്കിലും സാറിനെ വിളിച്ചല്ലേ. അതേപോലെ നിശാന്ത് സാഗറിന് പാമ്പ് സ്റ്റാർ, നമ്മുടെ കൊച്ചി കൃഷ്ണന് പഴം സ്റ്റാർ, അങ്ങനെ ഒരുപാട് പേരുകൾ. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മിഥുനാണത് ചൂണ്ടിക്കാട്ടിയത്. അതായത് ചേട്ടാ ഇത്രയും നിങ്ങളെ തേച്ചിട്ട് അവർ തന്നെ നിങ്ങളെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ശരി, ഇനിയും നിങ്ങൾ തേക്കല്ലേ. ഇപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ പടങ്ങളല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ പോലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ. അപ്പം പലരുടെങ്കിലും നമ്പറുണ്ട്, ജിത്തുണ്ടെങ്കിലൊക്കെ എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ തേക്കാനാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് തേച്ചാൽ ജനം അറിയില്ല. എനിക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ CPC. വിജയ് പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടെ വളരട്ടെ, വലിയൊരു ഗ്രൗണ്ടിൽ ഈ ഫംഗ്ഷൻ നടക്കട്ടെ. വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടാകട്ടെ. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഉണ്ട് നമ്മുടെ ക്ലബിൽ. ഫിലിം മേക്കേഴ്സ് ആയാലും, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും, നടന്മാരായാലും, സിനിമാറ്റോഗ്രാഫേഴ്സ് ആയാലും. അപ്പോൾ ഇവരൊക്കെ ഓരോരുത്തരായിട്ട് വരും വർഷങ്ങളിൽ പൊങ്ങി വരുന്ന പ്രതീക്ഷയോടെ. താങ്ക് യു. സൈജു ഗ്രൂപ്പ് അരികിൽ ഒരാൾ ചാപ്റ്റേഴ്സ് തുടങ്ങിയ സിനിമ സംവിധാനം നമ്മുടെ സുനിലേട്ടനോടുണ്ട്. ഗ്രൂപ്പിൽ ആക്റ്റീവ് മെമ്പറാണ് സുനിൽ ഇബ്രാഹിം. എനിക്കോട് ഞാൻ CPCക്കൊക്കെ പറ്റിയ ഫിലിം ഡയറക്ടറാണെന്ന് തോന്നുന്നു. കാരണം വേറൊരു അവാർഡ് ഫംഗ്ഷൻ എന്നെ എങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് വരില്ല. കാര്യം ഹിറ്റ് ഉണ്ടാക്കുന്നവരുടെയാണ് മിക്കവാറും അവാർഡ്സും ഫങ്ഷൻസും കളറും ഒക്കെ ഹിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ CPC ആണ് ചാപ്റ്റേഴ്സും അരികിലൊരാളും പോലെ സിനിമകളെ ഇങ്ങനെ എന്താ പറയുക പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കീറി മുറിക്കുന്നത്. അപ്പോൾ എങ്ങനെ അഭിപ്രായം എന്താവട്ടെ, നമ്മളെടുക്കുന്നൊരു സിനിമ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ അടുത്ത സമയത്ത് തന്നെ ഏതോ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലാണ്, ഒരുപാട് ഫേക്ക് ഉണ്ടെന്ന് അതിനകത്ത്. അരികിലൊരാൾ കണ്ടു, ആരോ പറഞ്ഞു ഭയങ്കര സൈക്കോളജിക്കൽ സംഭവമാണ്, പക്ഷെ അതിലൊരു മാങ്ങാത്തൊലി ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടയ്ക്കും അരികിലൊരാൾ CPCയിൽ ചർച്ച ചെയ്യണമുണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ഫങ്ഷന് എന്നെപ്പോലെയുള്ള എന്താ പറയുക, ഞാൻ ഭയങ്കര സംഭവമൊന്നുമല്ല, സിനിമയൊന്നും ഹിറ്റായിട്ടില്ല. അരികിലൊരാളും ചാപ്റ്റേഴ്സും കണ്ടവർ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ പകുതി പേരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ വിളിക്കാനും അങ്ങനെയുള്ള ശ്രമങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടീം സ്പിരിറ്റിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ മറ്റൊരു കാര്യം, ശരിക്കും ഞാൻ CPCയിലെ ചാപ്റ്റേഴ്സൊക്കെ ചെയ്യണമെന്ന് വളരെ മുമ്പ് തന്നെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണ്. ഇപ്പോഴും ഞാൻ ഗസ്റ്റായിട്ടല്ല ഇവിടെ വന്നത്, കുറച്ച് താമസിച്ചു പോയി. അതായത് ഇവരുടെ കൂടെ ഇവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം, ഇത് കോർഡിനേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ പരിപാടികളിൽ അങ്ങനെ നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിജയബാബു ഒരു 1 ഓഫറൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. ഞാനും പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞ മെമ്പർ സെലക്ട് ചെയ്യണ കഥ എന്നൊക്കെ പറഞ്ഞാൽ ഞാനും മെമ്പറാണല്ലോ, ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പൈസ ഇടുന്നൊക്കെ പറഞ്ഞു, ഞാനിപ്പോൾ വന്ന് കാണും CPCയുടെ മെമ്പറായിട്ട് നിങ്ങളുടെ കെയർ ഓഫിൽ. അപ്പോൾ എനിവേ താങ്ക് യു. ഇവിടെ വന്ന് ഇങ്ങനെ ഇത്രയും സംസാരിക്കാൻ പറ്റിയാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയാലും വളരെ സന്തോഷം. ഭയങ്കര ഒരു റിസ്ക് ആണ് എടുത്തിട്ട് പോയേക്കുന്നത്. ബാക്കിക്ക് CPC പകുതി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ 1000 പേരല്ല 300 പേരാണ് നോക്കണ്ട, അതിന്റെ ഇരട്ടി ഗ്രൂപ്പിലുണ്ടാവും ഇതേ ആൾക്കാർ തന്നെ. ഒരു 600 ഐഡികളിലായിട്ട് 700 ഐഡികളായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ
നമുക്കിനി ഒരാളെ കൂടെ വിളിക്കാം. ഒത്തിരി പേരെ വിളിക്കാൻ സമയമില്ല. എല്ലാവരും ഒരുപാട് ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ബേസിൽ വന്നിട്ടുണ്ട് കുഞ്ഞിരാമായണം. ഞങ്ങളൊക്കെ അസൂയോടെ നോക്കുന്ന ഒരാളാണ്. ഈ പ്രായത്തിൽ ഒരു പടവും ചെയ്തിട്ട് അടുത്ത പടം ജോനെ വെച്ചിട്ട് ട്രെയിലർ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ബേസിൽ പ്ലീസ്. നമസ്കാരം. ഞാൻ എന്നെ വിളിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഒന്നുമില്ല, നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഒരു മെമ്പറായിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് ഇവിടെ നിൽക്കാനെങ്കിലും ഇപ്പോൾ സുല്ലേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് അതിലും ഒരു താല്പര്യമൊന്നും തോന്നുന്നില്ല. കാരണം ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സിനിമ എടുത്ത് വന്ന ഒരാളാണ്. അപ്പോൾ സുല്ലേട്ടൻ പറഞ്ഞ പോലെ ഞാനും അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ അവാർഡ് ഫംഗ്ഷനാണിത്. ഇതിനു മുമ്പ് ഒരു അവാർഡ് ഫംഗ്ഷൻ എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ അവാർഡ് ഫംഗ്ഷൻ ഇവിടെ വിളിച്ചത് തന്നെ ഒരു അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇനിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഇതുപോലത്തെ പ്രോഗ്രാംസിലൂടെ ഇനി അങ്ങോട്ടും ഇതുപോലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ എല്ലാവർക്കും ഇതൊരു വലിയ എൻകറേജിങ് ഫാക്ടറായിട്ട് മാറട്ടെ. ഇനിയും ഒരുപാട് ടാലൻസ് ചിലരുടെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ ഉണ്ടോ സിനിമയിൽ നിന്നൊക്കെ പല പല ആംഗിളിൽ കൂടെ ആലോചിച്ചിട്ടൊക്കെ. കുഞ്ഞിരാമായണത്തൊക്കെ ഒരുപാട് കീറി മുറിച്ച് ഒട്ടിച്ച് വെച്ചതാണ് ആ സമയത്ത്. അങ്ങനെ ആ സമയത്ത് പിന്നെ പാരഡൈസ് ഓഫ് ക്ലബ്ബിൽ കയറാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഈശ്വര ഇന്നെന്താണാവോ എന്നുള്ള രീതിയിലാണ് കയറുന്നതല്ലേ. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കൂടെ കണ്ടേ ഉള്ളൂ. വിഷ്ണു ശർമ്മേനെ കുറിച്ചുള്ള ഒരു പോസ്റ്റാണ്. വഴിക്ക് കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ തട്ടിട്ടൊക്കെ പോകും. വിഷ്ണു ശർമ്മേനെ കുറിച്ചുള്ള പോസ്റ്റാണ്. കുഞ്ഞിരാമായണമാണ് വിഷ്ണു ചെയ്ത ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫി വർക്ക് എന്ന് പറയുന്നത്. പടം നല്ല ബോറാണ്, കണ്ടിരിക്കാൻ പറ്റൂലെങ്കിലും വിഷ്ണുവിന്റെ സിനിമാറ്റോഗ്രാഫി ഉള്ളതുകൊണ്ട് ആ സിനിമ കണ്ടിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇനിയും ഒരുപാട് ഇതുപോലെ ജേട്ടനൊക്കെ സംസാരിച്ചതുപോലെ വലിയ വലിയ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് നടത്താൻ പറ്റട്ടെ, നമുക്ക് നടത്താൻ പറ്റട്ടെ. ഇത് വലിയ വലിയ വിജയങ്ങളിലേക്ക് മാറട്ടെ. ഇതുപോലുള്ള ജെന്യുവിൻ ആയിട്ടുള്ള അവാർഡുകൾ നൽകുന്നതിൽ ഇനിയും CPCക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വിളിച്ചതിനും ഈ സ്റ്റേജിൽ കയറ്റി നിർത്താൻ കാണിച്ച മനസ്സിനും നന്ദി പറയുന്നു. താങ്ക് യു. പ്രധാന പരിപാടിയിലേക്ക് കടക്കാം. അവാർഡ് ഫംഗ്ഷൻ തുടങ്ങിയ ആദ്യ കാറ്റഗറി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016. മികച്ച സംഗീത സംവിധായകൻ ബിജിപാൽ. ചിത്രം മഹേഷിൻ്റെ പ്രതികാരം. മഹേഷിൻ്റെ പ്രതികാരത്തിലെ മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചവരെ പോലെ തന്നെ മികച്ച സംഗീതമൊരുക്കിയതിൻ്റെ പേരിൽ ഓഡിയൻസ് പോളിൽ വളരെ മുന്നിലായിരുന്നു ബിജിപാൽ. എന്നാൽ ജൂറി തെരഞ്ഞെടുപ്പിൽ മഹേഷിലൂടെ ബിജിപാലും കമ്മട്ടിപ്പാടത്തിലൂടെ ജോൺ പി വർക്കിയും തുല്യമായി 1-ാം സ്ഥാനം പങ്കുവച്ചു. അന്തിമ ഫലത്തിൽ ഓഡിയൻസ് പോളിലെ മികച്ച ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ ബിജിപാൽ 1-ാം സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സിനിമയുടെ മൊത്തത്തിലുള്ള ജോഗ്രഫി മ്യൂസിക്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണ് ബിജിപാൽ. മാത്രമല്ല സിനിമയുടെ മൊത്തം മൂഡിനെ ഒരു മിക്സിയിലിട്ടടിച്ച് ആറ്റിക്കുറുക്കി എടുത്തതുപോലുള്ള ഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക്. ഇടുക്കിയും തണുപ്പും ലാളിത്യവും സൗന്ദര്യവും ജീവിതവും എല്ലാം മഹേഷിൻ്റെ പാട്ടുകളിൽ പൂത്തു നിൽക്കുന്നുണ്ട്. കൈകളോടെ സ്വാഗതം ചെയ്യാം ബിജിപാൽ. ക്ലീഷേ എന്ന് പറഞ്ഞ ക്ലീഷേ എന്നുള്ള വാക്ക് തന്നെ ക്ലീഷയായി തുടങ്ങിയത്. എന്നാൽ പോലും ഇത് എനിക്ക് തോന്നിയത് ഈ കലാകാരന്മാരെ അല്ലെങ്കിൽ കലാപ്രവർത്തകരെയൊക്കെ പരാമർശിച്ചും അവരെ പ്രകീർത്തിച്ചും അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും അതിനെ ഒരു ആരാധനയോടെ കാണുന്നത് കലാകാരനും അല്ല ആസ്വാദകനും ഒരു കലാകാരനായി മാറുന്നൊരു പോയിന്റ് ഓഫ് ടൈമാണത് അല്ലെ. ആസ്വാദകൻ എത്ര ചാതുരിയോടെയാണ് ചില പല പടങ്ങളും ഓൺലൈനിൽ പ്രത്യേകിച്ച് ഈ സിനിമ പാരഡൈസോയിലൊക്കെ വിമർശിക്കപ്പെടുന്നതും ഒക്കെ പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്നുള്ള ടെർമിനോളജി വരുന്നു.
പല പടങ്ങളും അങ്ങനെ ഒരു മേശപ്പുറത്ത് ഇട്ട് വിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ ഈ സംവിധായകൻ സൂക്ഷ്മമായിട്ട് അവന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എടുത്ത് അത്ഭുതകരമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ചാതുരി ശരിക്കും ഈ ഓൺലൈനിൽ വരുന്നു. ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു വെർച്വൽ ഭൂമികയിൽ നിന്ന് ഈ മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആണ് ഈ വൈകാരികമായിട്ട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തൊടാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും വലിയൊരു മായിക ലോകത്ത് നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്പർശം എന്നെ പോലുള്ളവരൊക്കെ വളരെ വലുതാണ്. അതിന് അവസരമൊരുക്കിയ സിനിമ പാരഡൈസോ ക്ലബിനും ദിലീഷിനും ആഷിഖിനും ഷൈജുവിനും ഫഹദിനും എല്ലാവർക്കും ശ്യാമിനും എല്ലാവർക്കും, അതുകൂടാതെ റഫീഖ് അഹമ്മദ്, സന്തോഷ് വർമ്മ, അങ്ങനെ ഒരുപാട് നിര ഉണ്ട് സുഹൃത്തുക്കളുടെ. അതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ അവാർഡുകൾ ശരിക്കും വിനായകൻ കിട്ടിയതാണ്. കാരണം ഞാൻ എത്ര വട്ടം ഞാൻ അത്തരം വിനായകന്റെ സീനുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടോന്ന് എനിക്ക് പോലും ഓർമ്മയില്ല, അത്രയ്ക്കധികം കണ്ടു എന്നുള്ളതാണ് സത്യം. അതുപോലെ ഇന്ദ്രൻ സേട്ടൻ, മണികണ്ഠൻ, അങ്ങനെ ഒരുപാട് കലാകാരന്മാർ. നമ്മൾ അത്രയ്ക്ക് ജനകീയമാണ് ഇത്. അത് അത്ര വൈകാരികമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അത്തരമൊരു വേദി ആയതുകൊണ്ടാണ്. കൂടുതലൊന്നും പറയാനില്ല. അടുത്ത കാറ്റഗറി ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച ഛായാഗ്രാഹകനായി മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ഷൈജു ഖാലിദാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മഹേഷിന്റെ പ്രതികാരത്തിലെ മനോഹരമായ വിഷ്വൽസ് ഒരുക്കിയ ഷൈജു ഖാലിദിനെ ബഹുഭൂരിപക്ഷത്തോടെ 1ാം സ്ഥാനത്ത് നിർത്തിയായിരുന്നു കഴിഞ്ഞയാഴ്ച ഓഡിയൻസ് പോൾ അവസാനിച്ചത്. എന്നാൽ ജൂറിയിൽ ഷൈജു ഖാലിദും കമ്മട്ടിപ്പാടത്തിന്റെ ഛായാഗ്രാഹകൻ മധു നീലകണ്ഠനും തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത്. ഗപ്പിയുടെ ഛായാഗ്രാഹകൻ ഗിരീഷ് ഗംഗാധരനും ജൂറി മാർക്കിൽ മേൽ പറഞ്ഞവർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി. ജൂറി മാർക്കിലെ നേരിയ മുൻതൂക്കവും ഓഡിയൻസ് പോളിലെ വൻ ഭൂരിപക്ഷവും അനുകൂല ഘടകങ്ങളായി പ്രവർത്തിച്ചത് ഷൈജു ഖാലിദിന് സുരക്ഷിതനായി 1ാം സ്ഥാനത്തെത്താൻ സഹായകമായി. മഹേഷിന്റെ പ്രതികാരത്തിൽ ഛായാഗ്രഹണം എവിടെയും 6ാം വിരൽ പോലെ മുഴച്ചു നിൽക്കുന്നില്ല. അതേസമയം കൃത്യമായ രംഗങ്ങളിൽ ഇടപെടുന്നുമുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് രംഗത്തിൽ രംഗം പ്രേക്ഷകൻ നേരിട്ട് കാണുന്ന രീതിയിൽ അനുഭവവേദ്യമായി സ്ക്രീനിലേക്ക് പകർത്താൻ ഷൈജുവിന് സാധിച്ചിട്ടുണ്ട്. മനോഹരമായ ഫ്രെയിംസുകൾക്കപ്പുറത്ത് ഛായാഗ്രഹണത്തിന് മറ്റു ചില ഫംഗ്ഷൻ കൂടി വഹിക്കാനുണ്ടെന്ന സത്യം വിളിച്ചോതുന്ന നവ ഛായാഗ്രാഹകർ കണ്ടുപഠിക്കേണ്ട വർക്ക്. അതാണ് മഹേഷിന്റെ പ്രതികാരം. ഐ എം സോ ഹാപ്പി ടു ഗിവ് അവേ ദിസ് അവാർഡ്. കാരണമുണ്ട്. ഞാൻ സൂര്യ ടി വിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ആഷിഖിന്റെ സിനിമ 22 ഫീമെയിൽ കോട്ടയത്തിലാണ്. അതിനെ ക്യാമറ ചലിപ്പിച്ചത് എന്റെ ഷോട്ട് എടുക്കുന്ന ആളാണ്. സംസാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നത് വേറെ നമ്മൾ ധ്യാനം കൊണ്ടൊന്നുമല്ല. ഒരുപാട് പേരെന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു എല്ലാവരും പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊന്നുണ്ട്. എല്ലാം ശ്രദ്ധിക്കുമ്പോൾ ആളെല്ലാം നോക്കിയിരിക്കുമ്പോൾ ടെൻഷൻ. താങ്ക് യു. അടുത്ത കാറ്റഗറി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച സഹനടൻ മണികണ്ഠൻ ആർ ആചാരി. കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ബാലൻ എന്ന കഥാപാത്രത്തിലൂടെ ദളിത് ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങൾ സൂക്ഷ്മമായി പകർന്നാടിയ മണികണ്ഠൻ ആർ ആചാരിക്കാണ് മികച്ച സഹനടനുള്ള CPC സിനി അവാർഡ് 2016 ലഭിച്ചിരിക്കുന്നത്.
തികച്ചും പുതുമുഖമായ ഈ അഭിനേതാവ് അസാമാന്യമായ വഴക്കത്തോടെയും കൈയടക്കത്തോടെയുമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹീറോയിസം കാണിച്ച് കമ്മട്ടിപ്പാടത്തിൻ്റെ കണ്ണിലുണ്ണിയാവുകയും അവിടുത്തെ പിള്ളേരെ വളർത്തുകയും പിന്നീട് മനസാക്ഷി കുത്തുവന്നപ്പോൾ സ്വജീവിതത്തിൻ്റെ ഒരു യൂ ടേൺ എടുക്കുകയും ചെയ്ത ബാലൻ ചേട്ടൻ്റെ കഥയാണ് ശരിക്കും കമ്മട്ടിപ്പാടത്തെ പിള്ളേരുടെ കഥയെന്ന് ഒരിക്കൽ കൂടി ഈ അവാർഡ് പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കുകയാണ്. കൈയടിക്കാൻ അന്ന് സ്ക്രീനിൽ പറഞ്ഞു, ഇതുവരെ കൈയടി നിലച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇതേപോലെ ഒരു അവാർഡ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ എൻ്റെ ടിവിയുടെ മുകളിൽ വയ്ക്കണമെന്ന് ഒരുപാട് നാളായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ആദ്യമായിട്ട് എനിക്ക് തരുന്നത്. നിങ്ങളൊരിക്കലും മറക്കില്ല. അതിൽ ഒരുപാട് സന്തോഷം. ജയേട്ടൻ എൻ്റെ വളർച്ച ആദ്യം പോലെ കണ്ടുവരുന്ന ഒരാളാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പോലെ ജയേട്ടൻ്റെ ബൈക്കിൻ്റെ പുറകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്, നന്ദി പറയില്ല, നന്ദിയോടെ ജീവിക്കുകയാണ് വേണ്ടത്. വിനായകൻ ചേട്ടനും ദുൽഖർ സാറിനും രാജീവേട്ടനും മധുചേട്ടനും വിനായകൻ ചേട്ടനും ദുൽഖറിനും നന്ദി പറയാൻ കാരണം വേറൊന്നുമല്ല, ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്നും ഒരു നോട്ടം കൊണ്ട് വേണമെങ്കിൽ ഇല്ലാതാക്കാം അവർക്ക്. പക്ഷേ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല, എന്താ പറയുക, എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെന്നോ. ഞാൻ നാടകം കളിക്കുന്ന പോലെ നമ്മൾ കളിച്ചു. ഒരുപാട് സന്തോഷം എല്ലാവരും. CPC സിനി അവാർഡ് 2016 അടുത്ത കാറ്റഗറി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച സഹനടി രോഹിണി. ആക്ഷൻ ഹീറോ ബിജു, ഗപ്പി എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് രോഹിണി അവാർഡിന് അർഹയായിരിക്കുന്നത്. സഹനടി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച അഭിനേത്രിയായി ആക്ഷൻ ഹീറോ ബിജുവിലും ഗപ്പിയിലും ഗംഭീര പ്രകടനം നടത്തിയ രോഹിണിയെയാണ് CPCയിലെ 1000-ലധികം അംഗങ്ങളും ജൂറി അംഗങ്ങളും ഐകകണ്ഠേന തിരഞ്ഞെടുത്തത്. ഓഡിയൻസ് പോളിൽ പിന്നിലായെങ്കിലും ജൂറി മാർക്കിൽ രോഹിണിയുടെ കൂടെ മഹേഷിന്റെ പ്രതികാരത്തിലെ സ്വാഭാവിക പ്രകടനത്തിലൂടെ അനുശ്രീ പിടിച്ചു നിന്നു എന്ന് തന്നെ പറയാം. 2 ഘട്ടങ്ങളിലായി ആദ്യ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ വിജയിയായ രോഹിണിക്ക് CPCയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രോഹിണി മാഡത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവാർഡ് നമ്മൾ എത്തിക്കുന്നതാണ് മാഡത്തിന്. അടുത്ത കാറ്റഗറി CPC സിനി അവാർഡ്സ് 2016 ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ. ചിത്രം മഹേഷിന്റെ പ്രതികാരം. ഓഡിയൻസ് പോൾ തുടങ്ങിയത് മുതൽ ഏകപക്ഷീയമായി ലീഡ് ചെയ്ത് അവസാനം വൻ ഭൂരിപക്ഷത്തിൽ തന്നെ CPC അംഗങ്ങളുടെ സ്വീകാര്യത പിടിച്ചുപറ്റിയ ശ്യാം പുഷ്കരൻ തന്നെയാണ് CPC സിനി അവാർഡ്സിന്റെ ജൂറി പാനലിന്റെ തിരഞ്ഞെടുപ്പിലും മികച്ച ഭൂരിപക്ഷത്തോടെ മുന്നിലെത്തിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് എന്നതിനേക്കാൾ സ്ക്രീൻ റൈറ്റിംഗ് രീതി കൊണ്ട്
സിനിമയെ സജീവമാക്കുന്ന, സിനിമാറ്റിക് ആക്കുന്ന ശൈലിയിൽ മലയാള സിനിമയുടെ സാമ്പ്രദായിക രീതികളിൽ നിന്നൊരു മാറിനടത്തമായിരുന്നു ശ്യാമിന്റെ സൃഷ്ടികളിൽ പൊതുവെ അവലംബിച്ച് കണ്ടിട്ടുള്ളത്, മഹേഷിൽ പ്രത്യേകിച്ചു. പോത്തേട്ടൻസ് ബ്രില്യൻസിന് വഴിതെളിച്ച പക്കാ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിലേത്. എല്ലാം കൊണ്ടും സിനിമാറ്റിക് വായനയിലെ റിയലിസ്റ്റിക് ചേരുവയിട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല അസൽ കുമ്പിളപ്പം പോലൊരു സ്ക്രിപ്റ്റ്. ഹലോ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഒരു അവാർഡാണിത്. ഇത്രയും നല്ലൊരു അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 4-5 വർഷം തട്ടിമുട്ടിപ്പോയൊരു കരിയറിൽ ഇത്രയും നല്ലൊരു അവാർഡ് കിട്ടിയിട്ടില്ല. ഉണ്ണിമായ ഇന്നലെ തന്നെ ഷർട്ടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അമ്പളിക്കനായിട്ട് വരാൻ പറ്റി. സിനിമ ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നതാണ്. അഷ്കപൂവിൻ്റെ ഒരു പരസ്യ ചിത്രത്തിൽ, പിന്നീട് പുള്ളിയുടെ കൂടെ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഒരു കൺവെൻഷണൽ ഒരു റൈറ്ററെ പോലെ അല്ല വർക്ക് ചെയ്യാറ്. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറെ പോലെ, അസോസിയേറ്റ് ഡയറക്ടറെ പോലെയൊക്കെയാണ് സിനിമയിൽ വർക്ക് ചെയ്യാറ്. സെറ്റിലിരുന്നത് കൊണ്ട് എഴുതാറുണ്ട്. അത് തലേ ദിവസം ഹോട്ടൽ മുറിയിൽ 2-3 മണി വരെ ആലോചിച്ചിരുന്നിട്ടാണ് സെറ്റിൽ വന്നിട്ട് എഴുതുന്നത്. സെറ്റിൽ അപ്പോൾ എഴുതുന്നതല്ല. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പോത്തേട്ടൻ ബ്രില്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പോത്തേട്ടൻ ബ്രില്യൻസ് നമ്മൾ ഞാൻ പറഞ്ഞത് ആലപ്പുഴക്കാരനായ ഞാൻ കോട്ടയംകാരനായ ദിലീഷ് പോത്തനോടൊരു കഥ പറയുന്നു. അത് എറണാകുളംകാരനായ ആഷിഖ് അബു നിർമ്മാണം ചെയ്യുന്ന സിനിമയാണ്. അതാണ് ഇടുക്കിയെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാ നാടും നല്ലതാണ്. അപ്പോൾ പ്രശ്നങ്ങളില്ല ആ ഏരിയയിൽ. എന്തോ പറയാൻ പോത്തേട്ടൻ ബ്രില്യൻസ്. അപ്പോൾ പോത്തേട്ടൻ ബ്രില്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനാണ് അത് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. അപ്പോൾ ഞാൻ പോത്തനോട് പറഞ്ഞത്, ഇത് ആ നാട്ടിൽ നടക്കുന്നതാണ്, നമ്മൾ കൺവിൻസ്ഡ് ആയിരിക്കണം, നമ്മളുടെ കൺവിക്ഷനാണ് ഈ സിനിമ. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇയാളെ ഇമ്മാരി ബ്രില്യൻസ് കാണിക്കുന്നു. അവാർഡ് കിട്ടിയ പലരും ഉണ്ട്. ജയേട്ടൻ അറിയാം, വിജയ എല്ലാവരും, വിനായക സാറിനെ പറ്റി ഒന്നും മിണ്ടാൻ ഞാൻ അർത്ഥമില്ല. സാർ നമുക്ക് പുറത്ത് വെച്ച് കാണാം. മണികണ്ഠൻ ചേട്ടൻ എന്മാര് സപ്പോർട്ടാണ് കൊടുത്തത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. സപ്പോർട്ടിങ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയ. പിന്നെ എലി ഭയങ്കര, ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. റാണി, പത്മിനി, 22 ഫീമെയിൽ കോട്ടയം, അങ്ങനെ കനത്ത സ്ത്രീപക്ഷ സിനിമകൾ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായി അടുത്ത സിനിമയിൽ വെൽ റിട്ടൺ ആൻഡ് വെൽ പെർഫോം ക്യാരക്ടറാണ് എലി. ഞാൻ നവീൻ ഭാസ്കറിനെയും ഖാലിദ് റഹ്മാനെയൊക്കെ വിളിച്ച് പറഞ്ഞു, നമുക്കൊന്നും അത്ര നന്നായിട്ട് പെൺകുട്ടികളെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അടുത്ത വരും കാലങ്ങളിൽ നന്നായിട്ട് സ്ത്രീകളെ പറ്റി എഴുതണം. താങ്ക് യു. CPC സിനി അവാർഡ്സ് 2016 അടുത്ത കാറ്റഗറി ബെസ്റ്റ് ആക്ടേഴ്സ് ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച നടി എന്ന കാറ്റഗറിയിൽ വിജയികളായിരിക്കുന്നത് 2 പേരാണ്. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് രജീഷ വിജയൻ, കലി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സായ് പല്ലവി. ഓഡിയൻസ് പോളിനോടനുബന്ധിച്ച് ഗ്രൂപ്പിൽ ഏറ്റവും പൊടിപാറിയ മത്സരം നടന്നത് അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ എലിയെ അവതരിപ്പിച്ച രജീഷ വിജയനും കലിയിൽ അഞ്ജലിയെ അവതരിപ്പിച്ച സായ് പല്ലവിയും തമ്മിലായിരുന്നു. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ വരെ 2 പേർക്കും വേണ്ടി പ്രചരണവും വോട്ട് പിടുത്തവും ഒക്കെ നടന്ന ആവേശോജ്വലമായ മത്സരത്തിനൊടുവിൽ രജീഷ വിജയൻ മുന്നിലെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂറിയുടെ വിലയിരുത്തലിന് ശേഷം അന്തിമ ഫലപ്രഖ്യാപനത്തിൽ വിജയം ആരോടൊപ്പം നിൽക്കുമെന്നതിനെ ചൊല്ലി കുറച്ചൊന്നുമല്ല ആകാംക്ഷ സൃഷ്ടിക്കപ്പെട്ടത്. 2 പ്രകടനങ്ങളും ഒരുപോലെ അംഗീകരിക്കപ്പെട്ട ജൂറി തെരഞ്ഞെടുപ്പിൽ 2 പേരുടെ പ്രകടനവും ജൂറി സൂക്ഷ്മമായി വിശകലനം ചെയ്തു. ജൂറിയുടെ അന്തിമ വിലയിരുത്തലിൽ ഒരു പണത്തൂക്കം ആധിപത്യത്തോടെ സായ് പല്ലവി മുന്നിട്ട് നിന്നു. ജൂറിയുടെ വിലയിരുത്തലിലെ സായ് പല്ലവിയുടെ നേരിയ മുൻതൂക്കവും
ഓഡിയൻസ് പോളിലെ രജീഷയുടെ മുൻതൂക്കവും ഫൈനൽ മാർക്ക് കാൽക്കുലേഷന് വരെ ഫോട്ടോ ഫിനിഷിൽ എത്തിച്ചു. തീപാറിയ മത്സരത്തിൻ്റെ കാവ്യനീതി പോലെ ഫലപ്രഖ്യാപനത്തിൻ്റെ അന്തിമ പട്ടികയിൽ രജീഷ വിജയനും സായി പല്ലവിയും ഒരേ മാർക്കോടെ 1-ാം സ്ഥാനം പങ്കിടുകയാണ് ഉണ്ടായത്. ആദ്യമായിട്ടാണ് ഒരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് കരച്ചിലൊക്കെ വരുന്നത്. ഒരു ആങ്കർ ആയിരുന്നു, ആദ്യമായിട്ടാണ് എൻ്റെ വോയിസ് ഒക്കെ ഇടറുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതിന് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന്. അനുരാഗ കരിക്കിൻ വെള്ളം എന്നൊരു സിനിമ ഒരു സ്വപ്നമായിരുന്നു. ബിക്കോസ് ഇതിന് മുമ്പും കുറെ പ്രൊജക്ട്സ് വന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശ്യാമേട്ടൻ പറഞ്ഞ പോലെ സ്ത്രീ കഥാപാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കരിക്കിൻ വെള്ളത്തിന് വേണ്ടി ഖാലിദ് റഹ്മാൻ എന്നെ വിളിച്ചപ്പോൾ ആ കഥ നവീൻ ചേട്ടനും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെയും നിങ്ങളുടെയും ഒരുപാട് പേരുടെ കഥയാണ്. ആൻഡ് ഞാൻ ആദ്യം റഹ്മാനോട് പറഞ്ഞു, റഹ്മാനെ നടക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം കുറേ ഉണ്ട് പെർഫോം ചെയ്യാൻ. പക്ഷെ ഹി വാസ് ലൈക്ക് ഇല്ല പറ്റും. ആൻഡ് അത് പറ്റിയത് റഹ്മാൻ കാരണമാണ്. കാരണം ഒരു ഡയറക്ടർക്ക് മാത്രമേ ഒരു ആർട്ടിസ്റ്റിന്റെ 100% ഔട്ട്പുട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റൂ. ആൻഡ് ദ വേ ഹി എക്സ്പ്ലെയിൻ, ഓരോരോ സീനിന് മുമ്പും ഒരു 30 സെക്കൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ സീനിൽ ക്യാമറയിൽ ജിംഷി ഫ്രെയിം വെച്ച് അങ്ങ് എത്തുമ്പം എങ്ങനെയോ അങ്ങ് നടന്നങ്ങ് പോയി. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറെ വടൊക്കെ കിട്ടിയെങ്കിലും ഇത് പൊന്നാണ്. കാരണം മികച്ച നടി, ഒരു പുതുമുഖമായി ആദ്യത്തെ സിനിമ ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. മിഥുൻ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മിഥുൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ പുതുമുഖമാണ് അല്ല രേഷ നടിയാണ്. ഭയങ്കര ആവേശമായിരുന്നു, വൻ പോരായിരുന്നു രേഷ, ശരിക്കും കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ബട്ട് സായി പല്ലവിയുടെ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കലയിൽ. അതിന്റെ കൂടെ തന്നെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജയേട്ടൻ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞതും ഓരോരുത്തരെടുത്തുന്നത് കേട്ടപ്പോഴും ഒരിക്കലും ഒരു അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പോരാടി ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാരി കൊടുത്ത് വന്നത്. പിന്നെ എന്താ പറയാ, അടുത്ത സിനിമ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇവിടെ എല്ലാവരും പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ, ദയവേത് തേച്ചൊട്ടിക്കരുത്, ഈ സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റിനെ കംപ്ലീറ്റ്ലി പെർഫോം ചെയ്യാൻ പറ്റൂ. സോ എല്ലാവരോടും നന്ദി പറയുന്നു. സിനിമയിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും നന്ദി. കാരണം ഒരു അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ബോയ് മുതൽ ഓരോരുത്തരുടെയും ഹാർഡ് വർക്ക് ആണ്. സോ ദിസ് ഇസ് ടു എവ്രി വൺ ഹു വാസ് എ പാർട്ട് ഓഫ് അണ്ടർവേക്കിംഗ്. ഇന്ത്യൻ സാറിന്റെയും വിനായകൻ ചേട്ടന്റെയും മണിയൻ ചേട്ടന്റെയും എല്ലാവരുടെയും മുന്നിൽ നിന്ന്, പോത്തട്ടൻ ബ്രില്യൻസിന്റെ മുന്നിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു CPC. സ്വയരക്ഷയ്ക്ക് ഒരു കാര്യം കൂടെ സായി പല്ലവി അറിയിച്ചിട്ടുണ്ട്, ഇന്ത്യയിലില്ല, തീർച്ചയായും കോയമ്പത്തൂർ എത്തിച്ചു കൊടുക്കുന്നതാണ് അവാർഡ്. അറിയിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അടുത്ത പദ്ധതിക്ക് വേണ്ടി CPC സിനി അവാർഡ്സ് 2016 നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് ആക്ടർ ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കമ്മട്ടിപ്പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകനാണ്. പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയി മരണത്തിന് കീഴടങ്ങുന്ന ഗംഗയുടെ യൗവനത്തിലെ സ്വാർത്ഥതയും ആവേശവുമെല്ലാം ഊർജ്ജസ്വലതയോടെ അവതരിപ്പിച്ച വിനായകൻ തൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഗംഗയുടെ അവസാന കാലം മികവുറ്റതാക്കി. കുറ്റബോധവും മരണത്തോടടുക്കുമ്പോഴുള്ള ഭീതിയും എല്ലാം ചേർന്നുള്ള ആ പ്രകടനം ശരിക്കും കഥാപാത്രത്തിന് വൈവിധ്യമാർന്ന ഒരുപാട് മാനങ്ങൾ നൽകി. തൻ്റെ അഭിനയം കൊണ്ട് വിനായകൻ ഗംഗ എന്ന വ്യക്തിയുടെ ജീവിതത്തിനും മരണത്തിനും സിനിമയ്ക്ക് പോലും നൽകാനാവാത്ത പൂർണ്ണത നൽകുകയുണ്ടായി. എത്ര തന്നെ സേഫ് സോണാണെന്ന് പറഞ്ഞാലും ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നുവോ അതായിരുന്നു വിനായകൻ.
വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ ഇരുന്ന് ആലോചിച്ചത് 94 ഞാൻ ആദ്യം വന്നതാണ്. ഇവിടെ തന്നെയായിട്ട് ഇത്ര എടുത്തോ, വളരെ സന്തോഷം. CPC സിനി അവാർഡ്സ് 2016 അടുത്ത കാറ്റഗറി ബെസ്റ്റ് ഡയറക്ടർ ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ. ചിത്രം മഹേഷിന്റെ പ്രതികാരം. മികച്ച ചലച്ചിത്രത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ മികച്ച സംവിധായകന്റെ കാര്യത്തിലും മഹേഷിന്റെ പ്രതികാരവും ദിലീഷ് പോത്തനും എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു ഓഡിയൻസ് പോളിൽ. മറ്റു സിനിമകളുടെ കാര്യത്തിൽ ജൂറി നിരീക്ഷിച്ച പോരായ്മകളും കൂടി കണക്കിലെടുക്കുമ്പോൾ ദിലീഷ് പോത്തന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്നു. ഒരു പുതുമുഖ സംവിധായകൻ എന്ന പരിഗണന കൂടാതെ ദിലീഷ് പോത്തൻ ഈ നേട്ടം സ്വന്തമാക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. ശ്യാം പുഷ്കരൻ്റെ മികച്ച തിരക്കഥ തിരശീലയിലേക്ക് പകർത്തുക എന്നതിനപ്പുറം തൻ്റേതായൊരു വ്യക്തിത്വം മഹേഷിൻ്റെ പ്രതികാരത്തിൽ കൊണ്ടുവരാൻ സിനിമയിൽ ദിലീഷ് പോത്തന് സാധിച്ചു. അത്യന്തം ആത്മവിശ്വാസം നിറഞ്ഞ മേക്കിംഗ് ആണെന്ന് മാത്രമല്ല, ഓരോ സീനും അതിൻ്റെ സ്വഭാവം അറിഞ്ഞ് തികഞ്ഞ കൈയടക്കത്തോടെയാണ് ദിലീഷ് പോത്തൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഒരു ബലം കിട്ടുമല്ലോ. പൊതുവെ നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കും ദൈവമേ സംസാരിക്കാൻ വിളിക്കില്ലേ. ഇതിപ്പോൾ എന്തായാലും പോരുന്നതിന് മുമ്പ് ഞാൻ ശ്യാമോട് എന്തെങ്കിലും സംസാരിക്കും. എന്തായാലും അവിടെ 2 വർത്താനം പറഞ്ഞിട്ട് തീരുമാനിച്ചു. എന്താ പറയുന്നതെന്നറിയില്ല. വളരെ സന്തോഷം. നമ്മൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടം സിനിമയുടെ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടം ആകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് സിനിമയിൽ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ട് എല്ലാ മേഖലയിലും നല്ല മുന്നേറ്റവും പുതിയ സിനിമകളും പുതിയ പരീക്ഷണങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പം ആസ്വാദനത്തിൻ്റെ കാര്യത്തിലും സിനിമയെ വളരെ സീരിയസ് ആയിട്ട് വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന വളരെ സജീവമായ ഗ്രൂപ്പായിട്ട് CPC വളരെ നേരത്തെ മാറിക്കഴിഞ്ഞതാണ്. CPCയിലെ ചർച്ചകളൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിലെ ഓരോരുത്തരുടെയും എഴുത്തുകളും വിലയിരുത്തലുകളും ഒക്കെ കാണാറുണ്ട്. അത് നമുക്ക് ഇടയിൽ നമുക്കിപ്പം കാണുന്ന ഏറ്റവും നല്ലതും സജീവമായിട്ടുള്ള ചർച്ചകൾ വളരെ ശക്തമായിട്ട് നടക്കുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇനിയും കൂടുതൽ മുമ്പോട്ടേക്ക് വളരുകയും അത് സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായി മാറുകയും ചെയ്യട്ടെ. അത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ചർച്ചകൾ വരും. അപ്പം ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു കാര്യം സൂചിപ്പിക്കണമെന്ന് ഞാൻ പറയണ്ടേ. കഴിഞ്ഞ ദിവസം അല്ലാതെ ഒരു ന്യായീകരണം പറയാനല്ല, ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനൊക്കെ. അപ്പം ഇങ്ങനെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം കഴിഞ്ഞ ദിവസം CPCയിലൊരു ആരുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. കാസ്റ്റിംഗ് കോളിനെ കുറിച്ചായിരുന്നു പോസ്റ്റ്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും കരുതുന്നു. അപ്പോൾ ഞാനത് വിശദമായിട്ട് വായിക്കുകയുണ്ടായി. അപ്പം എനിക്കതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നത് കുറച്ച് ക്ലാരിറ്റി എല്ലാവർക്കും ഇടയിൽ ഉണ്ടാക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാസ്റ്റിംഗ് കോള് വളരെ എഫക്റ്റീവായിട്ട് സിനിമയിൽ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് വളരെ നല്ല കാര്യമാണ്. അത് സിനിമയ്ക്കും പുതിയ ഒരുപാട് ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും പുതിയ ആൾക്കാരെയും കൊണ്ടുവരുന്നതിനൊക്കെ ഭയങ്കര സഹായിക്കുന്ന കാര്യമാണ്. അത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമകളിലൊക്കെ ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതിനെ കാണുന്നത്,
കാസ്റ്റിംഗ് കോളിനെ പുതിയ ആക്ടേഴ്സ് വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കലും ഇതൊരു പബ്ലിസിറ്റിയുടെ മാറ്റയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാസ്റ്റിംഗ് കോൾ വിടുന്നത് വഴി. പക്ഷേ നല്ല ആക്ടേഴ്സിന് അങ്ങനെ കിട്ടേണ്ടത് നമുക്ക് ഭയങ്കര ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര എഫക്റ്റീവ്. മഹേഷിൽ തന്നെയാണെങ്കിലും കാസ്റ്റിങ്ങുകളിൽ 90% ഓഡിഷനിലൂടെ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാസ്റ്റിങ്ങുകളാണ്. ഇപ്പോൾ അടുത്ത ചിത്രം തൊണ്ടി മുതലിലാണെങ്കിലും ബാക്കി നമ്മുടെ സുഹൃത്തുക്കളുടെ പടത്തിൻ്റെ അവസ്ഥയൊക്കെ തന്നെ അങ്ങനെയാണ്. പുതിയ ആക്ടേഴ്സിന് ഇപ്പം നമുക്ക് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മളെപ്പോഴും പരിഗണിക്കും ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് എല്ലാവരുടെയും ശരീരഭാഷയ്ക്കോ അല്ലെങ്കിൽ ലുക്കിനോ ഗെറ്റപ്പിനോ ചിലപ്പം ചേരുന്നതായിരിക്കണം. അപ്പോൾ ഒരു കുറച്ചും കൂടി അങ്ങനെയായിരുന്നു ജയേട്ടനെ പോലെ ജയേട്ടൻ്റെ ലുക്കൊക്കെ ഓക്കെ, പക്ഷെ കുറച്ചും കൂടി ഇങ്ങനെയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാസ്റ്റിംഗ് കോളുകൾ വിടുക. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ. ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല, അതൊരു ഉറപ്പൊന്നുമില്ല. നമ്മളൊരു കാസ്റ്റിംഗ് കോൾ വിടുമ്പോഴത്തേക്കും ഈ ചിത്രത്തിൽ നമ്മൾ ഒരു നായികയെ ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഞാൻ കാസ്റ്റിംഗ് കോൾ വിടുമ്പോൾ ആ കാസ്റ്റിംഗ് കോളിൽ അപേക്ഷിക്കുന്നവരിൽ നിന്ന് ഞാനൊരു നായികയെ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഞാനൊരു നായികയെ തപ്പുന്നുണ്ട്. അത് കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ നായികയോ അല്ലെങ്കിൽ നായകനോ ഏത് ക്യാരക്ടറിനായാലും പിന്നെ ഒരാളെ തപ്പുന്നുണ്ട്. അയാളുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സിലേക്ക് അങ്ങനെ ഒരു ആക്ടറെ, അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലേക്ക് അത്ര പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറെ കിട്ടുക എന്നുള്ളത് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമമായിരിക്കും ആ കാസ്റ്റിംഗ് കോളിൽ എപ്പോഴും നടക്കാറുള്ളത്. മഹേഷിലെ ഇപ്പം ജിംസിയുടെ ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും നമ്മൾ പലരെയും ആലോചിച്ചിരുന്നു, പലരെ ഇടയ്ക്ക് ആലോചിച്ചിരുന്നു, ചിലവരെ ഫിക്സ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റീതിങ്. അപ്പോൾ ക്യാരക്ടറിനെ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബേസ് ക്യാരക്ടറിന് അടുത്തേക്ക് ഒരാളെ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കി ആണ് ഇപ്പം ഉണ്ണിമായയുടെ സ്റ്റുഡൻറ്റ് ഉണ്ണിമായ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ കാസ്റ്റിംഗ് നോക്കുന്ന ഉണ്ണിമായാണ്. അപ്പോൾ ഉണ്ണിമായയുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപർണ ആണ് ജിംസിക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അത് നമ്മളൊരു വേറെ റൂട്ടിലല്ല. അതിപ്പം ഒരാൾ നമ്മളോട് ഇൻഫോ ചെയ്യണം, ഇങ്ങനെ ഒരാളുണ്ട്, അവരോട് ഫോട്ടോ അയക്കാൻ പറയുന്നു, അവർ ഫോട്ടോ അയക്കുന്നു, അവർ പ്രോപ്പറായിട്ടുള്ള ഓഡിഷനിൽ വരുന്നു, ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു. ആ ഓഡിഷനിൽ നിന്ന് അവരുടെ മികച്ച പ്രകടനം തന്നെയാണ് അവരെ സെലക്ട് ചെയ്യാൻ കാരണമാകുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇതുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അത് അങ്ങനെ തന്നെ ആളുകൾ അതിനോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യണം. കാസ്റ്റിംഗ് കോളിലേക്ക് കൃത്യമായിട്ട് നിങ്ങളതിപ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്നെ ആരെയായാലും അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ഓർത്തിരിക്കാനും പറ്റില്ല. ഏറ്റവും ബെറ്റർ അത് കൃത്യമായിട്ട് തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ് പോവുക. നമ്മൾ അതിലൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഇമെയിൽ ഐ ഡി തുറന്നു നോക്കുകയും അതിലെല്ലാവരുടെയും ഫോട്ടോ കാണുകയും അതിൽ ഏറ്റവും നല്ലതാണെന്ന് വിലയിരുത്തി ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ പല ടെക്നീഷ്യൻസിനെ ഒരുമിച്ചിരുത്തി ഓഡിഷൻ ചെയ്ത് പല റൗണ്ട് ഓഡിഷനിൽ നിന്നാണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും തന്നെ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പം കാസ്റ്റിംഗ് കോളുകൾ എപ്പോഴും പ്രഹസനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടെ നമുക്ക് സീരിയസ് ആയിട്ട് കാണണം. കൂടുതൽ പേര് അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് അത് വളരെ നല്ലതാണ്. കൂടുതൽ ആക്ടേഴ്സിനെയും കൂടുതൽ ടെക്നീഷ്യൻസിനെയും നമുക്ക് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണത് മുമ്പോട്ടേക്ക് വളരെ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ, വേറെ എന്തെങ്കിലും. ഓക്കെ, എന്തായാലും ഈ അവാർഡ് തന്നതിലും സ്വീകരിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. സിനിമ പാരഡൈസ് ക്ലബ്ബ് ഇനിയും അടിപൊളിയാവട്ടെ. കൂടുതൽ തുറന്ന ചർച്ചകൾ. ഇത് ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഈഗോയിസ്റ്റിക് ആയിട്ടല്ല എല്ലാവരും അതിനെ സമീപിക്കുന്നത് എന്നുള്ളത് ആ ഗ്രൂപ്പിൻ്റെ വളരെ വലിയ പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഓരോ നടനോടോ സംവിധായകനോടോ സിനിമകളോടോ ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ മറ്റു സിനിമകളെ വിലയിരുത്തുന്നതിൽ ആ പക്ഷാഭേദം കാണിക്കാതെ അഭിപ്രായങ്ങൾ പറയുകയും അതിനോട് കുറച്ചും കൂടെ തുറന്ന സമീപനം നൽകുകയും ആ ഓരോ കലാസൃഷ്ടിയും സ്വതന്ത്രമായിട്ട് വിലയിരുത്തുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ ചെറിയ പേടിച്ചിട്ടാണ് ഞാൻ അടുത്ത പടമായിട്ട് വരുന്നത്. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ഇവിടെ ഒന്നും കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഞാൻ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന അടുത്ത സിനിമയുടെ പ്രോസസ്സിലാണ് ഞങ്ങൾ. അത് ഒരു കുറച്ച് ദിവസം 3-4 മാസം കൂടെ എടുക്കും തോന്നണം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ. മഹേഷിൻ്റെ പ്രതികാരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന നിലയിലും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും മഹേഷിൻ്റെ പ്രതികാരത്തിൽ നിന്ന് മാറിയിട്ടുള്ള വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. എനിക്ക് ചെറിയ പേടി കിട്ടിയിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രില്യൻസ് ഒക്കെ പറഞ്ഞ് എന്നെ കുഴപ്പിച്ചിരിക്കുകയാണ്.
അപ്പം വളരെ സ്വതന്ത്രമായിട്ടുള്ളൊരു സിനിമയാണ്. അതിനെ അങ്ങനെ നിങ്ങളെങ്കിലും എൻ്റെ അടുത്ത സിനിമയായിട്ടല്ലാതെ സ്വതന്ത്രമായിട്ടുള്ളൊരു സിനിമയായിട്ട് 24 ദൃക്സാക്ഷിയെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി. അടുത്ത കാറ്റഗറി മികച്ച സിനിമയ്ക്കുള്ളതാണ്. ഒരു വാക്ക് അതിനു മുമ്പ്, ഒരു നല്ല സിനിമ എപ്പോഴും ഒരു നല്ല സെൻസ് ഉള്ള പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നേ വരത്തുള്ളൂ. മഹേഷിന്റെ പ്രതികാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യതാണ്. CPC സിനി അവാർഡ്സ് 2016. നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് ഫിലിം ഓഫ് 2016. CPC സിനി അവാർഡ്സ് 2016 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഹേഷിന്റെ പ്രതികാരമാണ്. കമ്മട്ടിപ്പാടം, ആക്ഷൻ ഹീറോ ബിജു, ഒഴിവു ദിവസത്തെ കളി എന്നിങ്ങനെ കഴിഞ്ഞ വർഷം മികച്ച പരാമർശങ്ങൾ നേടിയ ചിത്രങ്ങളെ ബഹുദൂരം പിന്തള്ളിയാണ് മഹേഷിന്റെ പ്രതികാരം ഓഡിയൻസ് പോളിൽ മുന്നിലെത്തിയത്. ജൂറി വിശകലനത്തിലും സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയതോടെ മഹേഷിന്റെ പ്രതികാരം വലിയ വെല്ലുവിളികളില്ലാതെ ജേതാവായി മാറുകയാണ്. വളരെ ലളിതമായൊരു കഥയെ അതിഭാവുകത്വത്തിന്റെ ഏച്ചുകെട്ടലുകൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രേക്ഷകനെ സ്പർശിക്കും വിധം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിമാനിക്കാം. ചെയിൻ ഓഫ് ഇവന്റ്സ് ശൈലിയിലുള്ള സ്ക്രിപ്റ്റും റിയലിസ്റ്റിക് കഥാസന്ദർഭങ്ങളിൽ സിനിമാറ്റിക് അപ്രോച്ച് കൊടുക്കുന്ന രീതിയും സംയോജിപ്പിച്ചതിലൂടെ മഹേഷിന്റെ പ്രതികാരം നല്ലൊരു സാധ്യതയാണ് തുറന്നിട്ടത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഡയറക്ടർ പ്രൊഡ്യൂസർ ശ്രീ ആഷിഖ് കപൂറിനെ ക്ഷണിച്ചു. പറഞ്ഞു തുടങ്ങിയ അതേ ക്ലീഷ തന്നെ, വലിയ സന്തോഷം. ഞങ്ങൾ വിജയ്ക്കൊക്കെ അറിയാം, 2009 സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹമായിട്ട് വന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ജയസൂര്യയെ പോലുള്ള ഒരു ലീഡിങ് ഫിലിം ആക്ടർ വന്നിരുന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന നിലയിലേക്ക് ഈ ഒരു പ്രസ്ഥാനം വളർന്നു. വലിയ വലിയ കാര്യമാണ്. വിജയാണ് ഇത്തരമൊരു ഫിലിം അവാർഡ്സ് നടത്തണമെന്ന് സജസ്റ്റ് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. വിജയ് സജഷൻ കൊടുത്തതിൽ വലിയ സന്തോഷം. മഹേഷിൻ്റെ പ്രതികാരത്തെപ്പറ്റി ഞങ്ങളാരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും അത്രയധികം ആസ്വദിച്ച് കണ്ടതും വിശകലനം ചെയ്തതും പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന ഗംഭീരമായൊരു വാക്ക് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തത് ഒക്കെയാണ്. മഹേഷിന്റെ പ്രതികാരം ഇതുപോലെ ശ്യാമിന്റെ കുടുംബ വീടിനടുത്ത് നടന്ന ഒരു സംഗതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവർ തമ്മിൽ കുറെ കാലമായിട്ട് ഇതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരു സമയത്താണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നമുക്ക്, അപ്പോൾ എന്നാൽ ശരിയാ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പല സിനിമകളും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു നിർമ്മാതാവാകണം എന്ന് വിചാരിച്ച് നിർമ്മാതാവായതല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. സിനിമ ചെയ്ത അവരാണ്. ഞാൻ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു 2-3 തവണ മാത്രമേ പോയിട്ടുള്ളൂ. എൻ്റെ പണി സിനിമ റിലീസിന് ശേഷമായിരുന്നു. എന്തായാലും എനിക്ക് സിനിമ പാരഡൈസോ ക്ലബിനെ പറ്റി ഇപ്പോൾ മിഥുനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ വിളിക്കുന്നതുകൊണ്ട് വേറെ തോന്നരുത്, ഞാൻ എൻ്റെ ഒരു മെമ്പർ ആയതുകൊണ്ട് മാത്രം വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വേറെ ഒരു അവാർഡ് ഫംഗ്ഷന് പോകാൻ സാധിച്ചില്ലെങ്കിലും ഈ പരിപാടി. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു, തലേ ദിവസം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും തൊണ്ടി മുതലിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞു ഞാൻ എന്തായാലും പോകണം. ഞാൻ സാധാരണ അവാർഡ് ഫംഗ്ഷനുകൾക്കോ ഒരു ഫംഗ്ഷനുകൾക്കോ പോകാത്ത ആളാണ്. പക്ഷെ ഇവരാരും ഇല്ലാതിരുന്ന ഒരവസരത്തിൽ ബെസ്റ്റ് ക്രിട്ടിക്സ് അവാർഡ് ഏഷ്യാനെറ്റ് തന്നപ്പോൾ ഞാൻ പോയി വാങ്ങി. അതുപോലെ ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ ഏതോ ഒരു അവാർഡ് പോയി വാങ്ങി, വനിതാ അവാർഡ്.
അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഈ മെയിൻ സ്ട്രീമിൽ അധികകാലം ഇല്ലാതിരുന്ന, ഇപ്പോൾ ഷൈജു ഖാലിദ് പറയുന്ന പോലെ 2.5 കോടി കളക്ഷനുള്ള സിനിമകളുടെ ആൾക്കാരാണ്. പക്ഷേ മെയിൻ സ്ട്രീമിലേക്ക് പതുക്കെ പതുക്കെ അത്തരം സിനിമകൾ കടക്കുന്നു. അതായത് മുമ്പ് മെയിൻ സ്ട്രീമാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന കാര്യങ്ങളെക്കാളും സെൻസിബിൾ ആയിട്ടുള്ള സിനിമകൾ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിനായകന് കിട്ടിയ ഈ കഥ. വിനായകനെ കാലങ്ങളായിട്ട് അറിയാമെങ്കിലും കമ്മട്ടിപ്പാടം ശരിക്കും വിനായകന്റെ സിനിമ തന്നെയാണ്. ഞാൻ മെസ്സേജ് ചെയ്തതും മച്ചാൻ കൂടെ പോന്നു സിനിമ കഴിഞ്ഞപ്പോൾ എന്നാണ്. വലിയ സന്തോഷം. മണികണ്ഠനും മച്ചാനും അവാർഡ് കിട്ടിയതാണ്. അതിൻ്റെ കൂടെ മഹേഷും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. അതുപോലെ തന്നെ ഈ ഇത്തരം കൂട്ടായ്മകളെല്ലാം ഒരു നവോത്ഥാന പ്രസ്ഥാനമായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സിനിമയെ ശുദ്ധീകരിക്കാൻ, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ, ഇപ്പോൾ ഈ തേച്ചൊട്ടിക്കലും ഈ പറയുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സ്പിരിറ്റ്, ഇപ്പം മിഥുൻ സംസാരിച്ചതുപോലുള്ള ഈ ക്ലബിൻ്റെ സ്പിരിറ്റ് വളരെ 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 സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇനിയും എല്ലാ സിനിമകളെയും കീറി മുറിച്ച് തേച്ചൊട്ടിക്കണമെങ്കിൽ അങ്ങനെ ഈ നവോത്ഥാന പ്രസ്ഥാനം ഉശിരോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമ്മളുടെ CPC സിനിമാസിലെ പ്രധാന അവാർഡുകളെല്ലാം കഴിഞ്ഞു. ഇനി വേറൊരു കാര്യം ഞാൻ പറയാണ്. നമ്മൾ ഒരാളെ ഹോണർ ചെയ്യണം. നമുക്ക് CPCയിൽ എങ്ങനെയാണ് മികച്ച സഹനടന കാറ്റഗറിയിൽ ആ നടൻ മത്സരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് വേഷങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ വളരെ അഭിമാനത്തോടെ എല്ലാ മെമ്പേഴ്സിന്റെയും താല്പര്യത്തോടു കൂടി നെക്സ്റ്റ് കാറ്റഗറി സ്പെഷ്യൽ ഹോണററി അവാർഡ് CPC സിനി അവാർഡ്സ് 2016. CPC സിനി അവാർഡ്സ് 2016 സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരം ശ്രീ ഇന്ദ്രൻസ്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതം. കോസ്റ്റ്യൂം ഡിസൈനറായി തുടങ്ങി ചെറിയ വേഷങ്ങളിലൂടെ തന്നിലെ നടനെ പരീക്ഷിച്ച് പിന്നീട് സഹനടനായും ഇപ്പോൾ നായകനായും എത്തി നിൽക്കുന്ന സുദീർഘമായ സിനിമാ ജീവിതത്തിനുടമ. ഇന്ദ്രൻസ് എന്ന അതുല്യ കലാകാരനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തലുകൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് വേണമെന്നില്ല. അത്രയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ മെലിഞ്ഞ മനുഷ്യൻ. P. പത്മരാജൻ്റേതടക്കം പല സംവിധായകരുടെയും സ്ഥിരം കോസ്റ്റ്യൂമറായ ചരിത്രമുണ്ടെങ്കിലും ഇന്ദ്രൻസ് എന്ന കോസ്റ്റ്യൂം ഡിസൈനറിനെ മലയാള സിനിമാ പ്രേക്ഷകർ അറിഞ്ഞത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ട്രെൻഡ് സെറ്ററായ സ്ഫടികത്തിൻ്റെ വസ്ത്രാലങ്കാരം നിർവഹിച്ച ആൾ എന്ന നിലയിലായിരിക്കും. അന്നേ ചെറിയ റോളുകളിൽ സിനിമയിൽ തല കാണിച്ചു തുടങ്ങിയിരുന്നെങ്കിലും ഇന്ദ്രൻസ് എന്ന നടനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് CID ഉണ്ണികൃഷ്ണനിലെ കുഞ്ചു എന്ന കഥാപാത്രത്തിലൂടെയാണ്. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എന്ന ഗാനത്തിലെ ഇന്ദ്രൻസിൻ്റെ പ്രകടനം അന്നുവരെ അയാൾ ചിരിപ്പിച്ചതിനൊക്കെ പകരം വീട്ടുന്നത് പോലെ ഏവരെയും കരയിപ്പിക്കുന്നതായിരുന്നു. ഇത്രയും മികച്ച പ്രകടനത്തിലൂടെ മലയാളികളുടെ മനം കവർന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ വലിയ ചരിത്രത്തിന് തന്നെ സാക്ഷിയായ പ്രതിഭയെ CPCയും തങ്ങളാലാവും വിധം ആദരിക്കുകയാണ്. CPCയുടെ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തമായി മാറാൻ പോകുന്ന CPC അവാർഡ്സിൻ്റെ വേദിയിൽ അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈമാറുകയാണ്. ഇന്ദ്രൻസ് ചേട്ടനെ പോലെ ഒരു മഹത്തായ കലാകാരനെ ആദരിക്കാൻ അവസരം കിട്ടുന്നത് CPCയുടെ ഭാഗ്യ നിമിഷങ്ങളിലൊന്നായി തന്നെ കാണാവുന്നതാണ്. ഇന്ദ്രൻസ് ചേട്ടന് CPCയുടെ വക പൊന്നാട അണിയിക്കുന്നതിന് ശ്രീ വിജയ് ബാബു സാറെ ക്ഷണിക്കുന്നു. ഇന്ദ്രൻസ് പ്ലീസ്. CPCയുടെ പുരസ്കാരം നൽകുന്നതിനോട് ശ്രീ ജയസൂര്യ ചെമ്പൂർ സ്പെഷ്യൽ ഹോണററി അവാർഡ് 2016.
എല്ലാ ഭാരവാഹികൾക്കും കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്ദി. ഒരുപാട് കാലമായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കിത് പുതിയ അനുഭവമാണ്. ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കുറെ കാലമായി. ഞാനൊരു റിട്ടയർഡ് ജവാനാണ്. പിന്നെ ഒരുപാട് നിറങ്ങളും മുഴുപ്പും ഒക്കെ ഉള്ളതിൻ്റെ ഇടയിലായതുകൊണ്ട് ഒരു വെടി വെക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നിറ നോക്കുമായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. അവസരങ്ങൾ വേണം, വെടിവെക്കണം. ഞാൻ ആരാധിക്കുന്ന ഒത്തിരി പേരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. വലിയ സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാവണം, അവർക്കൊപ്പം നീങ്ങണം, നല്ല സിനിമ കാണണം, ഇനിയും അഭിനയിക്കണം, അനുഭവിക്കണം, അനുഗ്രഹിച്ചറിയണം. പരിപാടി ഒഫീഷ്യലി തീരുന്നതിന് മുമ്പിട്ട് CPCയുടെ ചെറിയ ഉപഹാരം നമ്മളുടെ ഗസ്റ്റുകൾക്കുണ്ട്. CPC അഡ്മിൻസിനെ ഞാൻ വിളിക്കാം. ജയസൂര്യ സർ പ്ലീസ്. ആസാമല്ല, ശരിക്കും സാറ് വീട് പേടിയപ്പോ ഒരു കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ പേരും അവർ ചെയ്തിട്ടുള്ള ആ വർക്കിനെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സത്യസന്ധമായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൊമെന്റ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മൊമെന്റാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു ഓസ്കർ അവാർഡാണ്. അല്ല വെച്ചാൽ അടുത്ത വർഷം എനിക്ക് തിരിച്ചു തരണം. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്നു. ഇത് രണ്ട് സ്ട്രെങ്സിന് എത്രമാത്രം വാല്യൂ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചൊരു ഓസ്കർ അവാർഡാണ്. സിനിമ പാരഡൈസ് ക്ലബ് ഫിലിം അവാർഡ്